ഒരു ഓർഗാനിൻ്റെ പാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഡിസ്റ്റർബൻസ് വരുന്നതിനാണ് അനോമലി എന്ന് പറയുന്നത്. ക്രേനിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, ക്രേനിയ എന്ന് പറഞ്ഞാൽ ക്രേനിയൽ ബോൺസ് അല്ലെങ്കിൽ ക്രേനിയം അല്ലെങ്കിൽ ഹെഡ്. അപ്പോൾ ക്രേനിയ എന്ന് പറഞ്ഞാൽ ക്രേനിയൽ ബോൺസ് ഇല്ലാണ്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് ക്രേനിയ എന്ന് പറയുന്നത്. മെലിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, മെലിയ എന്ന് പറഞ്ഞാൽ ലിംബ്. അപ്പോൾ ലിംബ്സിൻ്റെ ആബ്സെൻസിനെയാണ് മെലിയ എന്ന് പറയുന്നത്. എനൻസെഫാലിയ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്. പിന്നെ എൻകെഫാലോസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ. ബ്രെയിൻ ഇല്ലാത്തതിനെയാണ് എനൻസെഫാലിയ എന്ന് പറയുന്നത്. ഹൈപ്പോ എൻസെഫാലിയ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ അല്ലെങ്കിൽ കുറവ്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ കുറവ് വരുന്നതിനെയാണ് ഹൈപ്പോ എൻസെഫാലിയ എന്ന് പറയുന്നത്. എക്സെൻസെഫാലിയ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ്, പുറത്തേക്ക്. എൻസെഫാലിയ എന്ന് പറയുന്നത് എൻകെഫാലോസ് എന്ന് പറയുന്നത് ബ്രെയിൻ. അപ്പോൾ ബ്രെയിന് സ്കള്ളിൻ്റെ ഡിഫക്റ്റാണിത്. ഇത് സ്കള്ളിൻ്റെ ഡിഫക്റ്റ് കാരണം ബ്രെയിൻ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്നതിനാണ് എക്സെൻസെഫാലിയ എന്ന് പറയുന്നത്. എർഹൈനൻസെഫാലിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്. പിന്നെ റൈൻ അല്ലെങ്കിൽ റൈനോ എന്ന് പറഞ്ഞാൽ നോസ് എന്ന്, മൂക്ക്. എൻസെഫാലിയ എന്ന് പറഞ്ഞാൽ എൻകെഫാലോസ്, ബ്രെയിൻ. അപ്പോൾ എർഹൈനൻസെഫാലിയ എന്ന് പറഞ്ഞാൽ നോസും മൂക്ക് ആബ്സെൻ്റ് ആണ്, അതിൻ്റെ ഒപ്പം ബ്രെയിനിലെ ഓൾഫാക്ടറി ലോബും ആബ്സെൻ്റ് ആണ്. ഗ്നാത്തിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് എന്ന്, അതുപോലെ ഗ്നാത്തോസ് എന്ന് പറഞ്ഞാൽ ജോ. ലോവർ ജോ ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനെയാണ് ഗ്നാത്തിയ എന്ന് പറയുന്നത്. അനോഫ്താൽമിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്. ഒഫ്താൽ എന്ന് പറഞ്ഞാൽ കണ്ണ്. എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. ഒന്നല്ലെങ്കിൽ രണ്ട് കണ്ണും ഇല്ലാത്ത കണ്ടീഷനെയാണ് അനോഫ്താൽമിയ എന്ന് പറയുന്നത്. ബ്രേക്കിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, ബ്രേക്കിയ എന്ന് പറഞ്ഞാൽ ലിംബ്സ് അല്ലെങ്കിൽ ആം. 4 ആംസ് ഇല്ലാത്ത കണ്ടീഷനെയാണ് ബ്രേക്കിയ എന്ന് പറയുന്നത്, അതായത് കൈയില്ലാത്ത കണ്ടീഷൻ. ബ്രേക്കിയോസെഫാലിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, ബ്രേക്കിയോ എന്ന് പറഞ്ഞാൽ ആം, സെഫാലിയ എന്ന് പറഞ്ഞാൽ ഹെഡ്. കൈയും ഹെഡും ഇല്ലാത്ത കണ്ടീഷനെയാണ് ബ്രേക്കിയോസെഫാലിയ എന്ന് പറയുന്നത്. ഡാക്ടൈലിയ. എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്, ഡാക്ടൈൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് ഫിംഗേഴ്സും ടോസും. അപ്പോൾ ഈ ഡിജിറ്റ്സ് ഇല്ലാത്ത കണ്ടീഷനെയാണ് ഡാക്ടൈലിയ എന്ന് പറയുന്നത്. ഇനി ചില കണ്ടീഷനിൽ ബോഡിയിൽ ചില ഫിഷേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡിയിൽ ചില ഭാഗത്ത് ക്ലെഫ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റിങ്ങോ വരും. അതിനെയാണ് സ്കൈസിസ് എന്ന് പറയുന്നത്. സ്കൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷർ ബോഡിയിൽ. അപ്പോൾ ക്രേനിയോസ്കൈസിസ് എന്ന് പറഞ്ഞാൽ, ക്രേനിയം എന്ന് പറഞ്ഞാൽ സ്കള്ളിൽ ഫിഷർ, ക്രേനിയോസ്കൈസിസ്. ഖെയിലോസ്കൈസിസ് എന്ന് പറഞ്ഞാൽ ഫിഷർ, ഖെയിലോ എന്ന് പറഞ്ഞാൽ ലിപ്പ്, ചുണ്ടിൽ ഒരു ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ഫിഷർ വരുന്നതിനെയാണ് ഖെയിലോസ്കൈസിസ് എന്ന് പറയുന്നത്. ഈ ഖെയിലോസ്കൈസിസിനെ ഹെയർ ലിപ്പ് എന്നും പറയും. പെലറ്റോസ്കൈസിസ്, പെലൈറ്റ്, മൗത്തിലെ പെലൈറ്റ്. ആ പെലൈറ്റിൽ ഒരു ഫിഷർ വരുന്നതിനാണ് പെലറ്റോസ്കൈസിസ് എന്ന് പറയുന്നത്.
ഈ കെയ്ലോസ്കൈസിസും പെലറ്റോസ്കൈസിസും ഇത് മാക്സില്ലറി പ്രോസസ്സിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്തുള്ള മാക്സില്ലറി പ്രോസസ്സിൽ ആ മാക്സില്ലറി പ്രോസസ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഡിഫക്റ്റ് വരുമ്പോഴാണ് കെയ്ലോസ്കൈസിസും പെലറ്റോസ്കൈസിസും പറയുന്നത്. കെയ്ലോസ്കൈസിസിന് ഹെയർ ലിപ്പ് എന്നും പറയും, പെലറ്റോസ്കൈസിസിന് ക്ലെഫ്റ്റ് പെലേറ്റ് എന്നും പറയും. ഇനി റാക്കിസ്കൈസിസ്. റാക്കി എന്ന് പറഞ്ഞാൽ സ്പൈൻ അല്ലെങ്കിൽ ബാക്ക് ബോൺ. നമ്മുടെ സ്പൈനൽ കോളത്തിൽ ഫിഷർ വരുന്നതിനെയാണ് റാക്കിസ്കൈസിസ് എന്ന് പറയുന്നത്. സ്കിസ്റ്റോറച്ചിസ് എന്ന് പറഞ്ഞാലും റാക്കിസ്കൈസിസ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിമാണ്. സ്പൈനൽ കോളത്തിൽ ഫിഷർ വരുന്നതിനാണ് സ്കിസ്റ്റോറൈസിസ് എന്ന് പറയുന്നത്. ഇതിനെ വേറെ പേരും കൂടെ പറയും, സ്പൈനൽ ബൈഫിഡ. സ്കിസ്റ്റോതൊറാക്സ് എന്ന് പറഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിയിൽ ഒരു ഫിഷർ വരുന്നതിനാണ് സ്കിസ്റ്റോതൊറാക്സ് എന്ന് പറയുന്നത്. സ്കിസ്റ്റോതൊറാക്സ്. സ്കിസ്റ്റോസോമസ്. സ്കിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ഫിഷർ, സോമ എന്ന് പറഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ എബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പോൾ സ്കിസ്റ്റോസോമസ് എന്ന് പറഞ്ഞാൽ എബ്ഡോമനിലൊരു ഫിഷർ വരുന്നതിനാണ് സ്കിസ്റ്റോസോമസ് എന്ന് പറയുന്നത്. ഈ സ്കിസ്റ്റോസോമസ് കണ്ടീഷനിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ കണ്ടൻസ് എല്ലാം, സ്റ്റൊമക്ക്, ഇൻറ്റെസ്റ്റൈൻ എല്ലാം ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യും. സ്കിസ്റ്റോകോർമസ്. സ്കിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഫിഷർ, കോർമസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡീനെയാണ് കോർമസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്ക്, തൊറാക്സ്, അബ്ഡോമൻ ഈ 3 സ്ഥലത്തും ഫിഷർ വരും. അപ്പോൾ ബോഡിയിലെ എല്ലാ വൈറ്റൽ ഓർഗാൻസും പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യും. സൈക്ലോപിയ. സൈക്ലോ എന്ന് പറഞ്ഞാൽ റൗണ്ട്. ഇവിടെ ഓപ്പിയ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കണ്ടീഷനെയാണ് പറയുന്നത്. ഈ കണ്ടീഷനിൽ 2 കണ്ണും ഫ്യൂസായിട്ട് ഒരു റൗണ്ടഡ് സ്ട്രക്ചറായി മാറും. അതിനാണ് സൈക്ലോപ്പിയ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് ആനിമൽസിനെ മോൺസ്റ്റർ എന്ന് വിളിക്കുന്നത്. റെൻ ആർക്വേറ്റസ്. റെൻ എന്ന് പറഞ്ഞാൽ റീനൽ അല്ലെങ്കിൽ കിഡ്നി. ആർക്വേറ്റസ് അല്ലെങ്കിൽ ആർക്വേറ്റ് എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, അതായത് ബെൻഡായത്. ഇങ്ങനെ ബെൻഡായത്. ഈ കണ്ടീഷനിൽ 2 കിഡ്നിയും ഫ്യൂസായിട്ട്, കിഡ്നീസ് 2ഉം ഫ്യൂസായിട്ട് ഒരു ഹോഴ്സ് ഷൂ ഷേപ്പായി മാറും, ഇങ്ങനെ വളഞ്ഞിട്ട്. അതിനാണ് റെൻ ആർക്വേറ്റസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനെ ഹോഴ്സ് ഷൂ കിഡ്നി എന്നും പറയും. പോളിഓട്ടിയ. പോളി എന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലെങ്കിൽ ഹൈപ്പർ. ഓട്ടിയ എന്ന് പറഞ്ഞാൽ ചെവിയുടെ കണ്ടീഷനാണ്. ഇതിൽ ഓട്ടിയ എന്ന് പറഞ്ഞാൽ ചെവിയുടെ കണ്ടീഷൻ. പോളിഓട്ടിയ എന്ന് പറഞ്ഞാൽ ആ ജനിക്കുന്ന കുട്ടിക്ക് ചെവിയുടെ എണ്ണം കൂടുതലായിരിക്കും, 2 കൂടുതൽ ചെവി ഉണ്ടാവും. അതിനാണ് പോളിഓട്ടിയ എന്ന് പറയുന്നത്. പോളി ഒഡോൺട്ടിയ. ഈ ഒഡോൺട്ട് എന്ന് പറഞ്ഞാൽ ടീത്ത്, പല്ല്. പോളി എന്ന് പറഞ്ഞാൽ കൂടുതൽ, പല്ലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ആ കണ്ടീഷനെയാണ് പോളി ഒഡോൺട്ടിയ എന്ന് പറയുന്നത്.
പോളിമെലിയ. മെലിയ എന്ന് പറഞ്ഞാൽ ലിംബ്, അതായത് ലിംബിൻ്റെ എണ്ണം കൂടുതലാണ്. പോളിഡാക്ടൈലിയ, ഡാക്ടൈൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഫിംഗർ അല്ലെങ്കിൽ ടോസ്, അതിൻ്റെ എണ്ണം കൂടുന്നതിനെയാണ് കൂടുതൽ വിരലുകളോ അല്ലെങ്കിൽ ടോസോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിജിറ്റ്സ് എന്ന് പറയാം. കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളപ്പോൾ ആ കണ്ടീഷനെ പറയുന്നത് പോളിഡാക്ടൈലിയ. പോളിമാസ്റ്റിയ, മാസ്റ്റോസ് എന്ന് പറഞ്ഞാൽ മാമ്മറി ഗ്ലാൻഡാണ്. മാമ്മറി ഗ്ലാൻഡിൻ്റെ എണ്ണം കൂടുന്നതിനെയാണ് പോളിമാസ്റ്റിയ, അബ്നോർമലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെ. പോളിഥേലിയ എന്ന് പറഞ്ഞാൽ നിപ്പിൾ, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കേസിൽ ടീറ്റ് എന്ന് പറയും. അപ്പോൾ ടീറ്റിൻ്റെ എണ്ണം കൂടുന്നതിനെയാണ് പോളിഥേലിയ എന്ന് പറയുന്നത്.